ഈ മാധ്യമങ്ങൾ പൊഴിഞ്ഞു വീണു, അവരുടെ ഇമേജ് അങ്ങ് തകർന്നു എന്ന് പറയുമ്പോൾ ഇവർ വിചാരിച്ചാൽ തകർക്കാൻ പറ്റുന്നതാണോ? അവർക്ക് അവരുടെ ചാനലിൻ്റെ റേറ്റിംഗ് കയറ്റാൻ വേണ്ടി എന്തെങ്കിലും വിളിച്ചോതുകയാണോ? അതിന് കമൻറ്റ് കൊടുത്തത് ഒരാൾ കൊടുത്തിരിക്കുന്നത്, മമ്മൂട്ടിക്ക് താല്പര്യമില്ലാത്ത ഒരു സ്ത്രീയും ഈ ലോകത്തിലെന്ന്. എനിക്ക് ദേഷ്യം വന്നു. അന്ന് ചെയ്യാതെ ഈ 10 വർഷം കഴിഞ്ഞിട്ട് പോയിട്ട് ഇത് കൊടുക്കുന്നതിനോട് അവരോട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മഹാപുച്ഛമാണ്. ലേഡീസിന് നിയമമുണ്ടല്ലോ, ആ നിയമം എന്തുകൊണ്ട് നിങ്ങൾ 10 കൊല്ലം കഴിഞ്ഞിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്? അത് അന്നേ ചെയ്തൂടെ അല്ലേ? ഞാൻ കഴിവുള്ളവരല്ലേ ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. എനിക്ക് അഭിനയിക്കാൻ കഴിവില്ലെങ്കിൽ എനിക്ക് സിനിമ തന്നില്ല, ഞാൻ അതുകൊണ്ടാണ് തരാത്തത് എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവിടെ പ്രൊഡ്യൂസർ, ഡയറക്ടർ, കൺട്രോളർ അവർ കഴിഞ്ഞേ എന്തും വരുള്ളൂ. ഞാനൊരു കാര്യം പറയാം, സ്ത്രീയും പുരുഷനും എവിടെയുണ്ടോ അവിടെയൊക്കെ എല്ലാം ഉണ്ട്. ഇനിയുള്ള കാലം പുരുഷ പീഡനം വരില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സാധാരണ നമ്മുടെ ഷോയിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ പറയാറില്ല. കാരണം നമ്മുടെ അതിഥികളെല്ലാം അത്രയും സുപരിചിതരും ഓരോ മലയാളിയുടെ മനസ്സിലും പ്രത്യേക സ്ഥാനമുള്ള ആളുകളുമാണ്. അപ്പം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അഭിനേതാവാണ്, സിനിമാ നടിയാണ്, സീരിയൽ നടിയാണ്, ബിസിനസ്സുകാരിയാണ്. ഒറ്റപ്പേര് ജീജ സുരേന്ദ്രൻ. ചേച്ചി, ഷോയിലേക്ക് സ്വാഗതം. നമസ്തേ. നമസ്തേ. ലൈഫ് എങ്ങനെ പോകുന്നു? തിരക്കേടില്ലാതെ പോകുന്നു. അയ്യോ, അതിൽ മലയാളി ഉത്തരമാണ്. അല്ലല്ല, എല്ലാവരും അടിച്ചുപൊളി എന്നൊക്കെ പറയില്ലേ, ഞാൻ അത്തരക്കാരി അല്ലാത്തത് കൊണ്ട് തിരക്കേടില്ല. ഭഗവാന്റെ കാരുണ്യത്തിൽ നല്ല രീതിയിൽ പോകണം. 91 സീരിയൽ, 78 സിനിമ. ഇത് എങ്ങനെ ഇത് രണ്ടും കൂടി 91 സീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റില്ല. ഇവിടെ ഓരോരുത്തരൊക്കെ 30 സിനിമയൊക്കെ ആകുന്നേ ഉള്ളൂ, 10, 15, 20 വർഷങ്ങളൊക്കെ കൊണ്ട്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെഗാ സീരിയൽ മാത്രമല്ല, ചെയ്ത വർക്കുകൾ, സീരിയല്, ഷോർട്ട് ഫിലിംസ് അങ്ങനെ കുറേ ഇത്. പിന്നെ സിനിമ എന്ന് പറയുമ്പോൾ അതൊരു വേറെ ലോകം. അത് ഇത്രയൊക്കെ ആയല്ലോ, ദൈവമേ എന്നാണ് 100 ആകുക എന്ന് പറഞ്ഞ് കാത്തിരിക്കുക ഞാൻ. എന്തായാലും 100 തയ്ക്കാൻ എല്ലാ ഭാവങ്ങളും ദൈവൻ അനുഗ്രഹത്തിന്റെ ഭാഗത്ത് തന്നെ ഉണ്ടാവട്ടെ, ദീർഘായുസ് ഉണ്ടാവട്ടെ. തീർച്ചയായും. ഞാൻ ജീജ ചേച്ചിയെ പരിചയപ്പെടുത്തുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളോട് ജീജ ചേച്ചിയുടെ കാര്യങ്ങൾ പറയുമ്പോഴോ അയ്യോ ഇത്രയും കാലത്തതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു ആമുഖം ഒന്നും പറയേണ്ട ഒരു ആവശ്യമില്ല. അപ്പം ഞാൻ സ്ട്രെയിറ്റ് ടു ദ ക്വസ്റ്റ്യൻ, നമ്മുടെ ഷോയിലെ ഒരു പ്രമുഖ ഭാഗത്തേക്ക് നമ്മൾ നേരിട്ട് കിടക്കുകയാണ്. ചേച്ചി ലൈഫിൽ സിനിമയിലായിരുന്നാലും സീരിയലായിരുന്നാലും എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഒരു മെയിൻ സ്പേസിലേക്ക് എത്താൻ വേണ്ടിയിട്ട്? അതെ, ഞാൻ വന്ന കാലം ഞാൻ ശരിക്കും ഒരു ഉദ്യോഗസ്ഥയായിരുന്നു ഊട്ടിയിൽ ശാന്തി മെട്രിക്കുലേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വലിയൊരു ഓഫീസറായിട്ടിരുന്ന ഞാനാണ്. അവിടുത്തെ തണുപ്പ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഹെൽത്ത് വൈസ് പ്രോബ്ലം വന്നപ്പം ഐ വാസ് എ ഡാൻസർ ഫസ്റ്റ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ കലാതിലകമാണ്, ഭരതനാട്യസ്റ്റാണ്. എന്നെ കണ്ടാൽ ഇപ്പം തോന്നൂല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിനും യൂട്രസിന് പ്രോബ്ലം വന്നപ്പോൾ അങ്ങനെ സ്റ്റോപ്പ് ചെയ്തതാണ്. പക്ഷേ ഇപ്പോഴും വീട്ടിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കളിക്കും. പക്ഷേ പിന്നെ ഞാൻ ചിന്തിച്ചത് എനിക്ക് ആഗ്രഹം ഒരു ആർട്ടിസ്റ്റ് ആകുക എന്നുള്ളതായിരുന്നു. കാരണം ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ എനിക്ക് സിനിമയിലേക്ക് ഒരു അവസരം വന്നു. പക്ഷെ ആ സമയത്ത് എന്നെ വീട്ടുകാർ സമ്മതിക്കില്ലല്ലോ, സിനിമ ലോകം എന്തൊക്കെയാണെന്നൊക്കെയല്ലേ അവരുടെ പേടി. വിടാത്തത് കൊണ്ട് ആ ആഗ്രഹം ഇങ്ങനെ മനസ്സിലേ വെച്ചു. ഞാൻ കല്യാണം കഴിഞ്ഞ് ഊട്ടിയിലാണ് എത്തിയത്. അവിടെ ഹസ്ബൻഡ് ബ്രൂക്ക് ബോൺസിലെ ഒരു മാനേജറായിരുന്നു. അപ്പോൾ അവിടെ നിന്നു. പിന്നെ പ്രസവമായി, കുഞ്ഞായി, ഇതായി ജോലിയായി. ഇതൊക്കെ വന്നപ്പോഴും ഈ ആഗ്രഹം മനസ്സിൽ കിടക്കുക. ആ സമയത്ത് ഇങ്ങനെ ദൂരദർശനൊക്കെ വന്ന എല്ലാ ആളുകളും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. കാണുമ്പോൾ എൻ്റെ ആഗ്രഹം ഞാൻ എൻ്റെ ഹസ്ബൻഡോട് പറയാം. പിന്നെ അസുഖം കൂടി ആയപ്പം ഊട്ടിയിൽ നിന്ന് ക്ലൈമറ്റിൽ നിന്ന് മാറണം എന്ന് ഡോക്ടർ അഡ്വൈസ് ചെയ്തപ്പം പിന്നെ നെക്സ്റ്റ് ഏണിംഗ് മെമ്പർ ആവണം, അതെനിക്ക് നിർബന്ധമാണ്. അപ്പോൾ അടുത്തത് ഞാൻ ചിന്തിച്ചത് ഇതായിരുന്നു. പിന്നെ അങ്ങനെ വന്ന ഉടനെ തന്നെ ഡെവലപ്പ് ആവാന്നല്ല, എനിക്ക് ചാൻസ് കിട്ടി. പിന്നെ എനിക്ക് റെസ്റ്റ് എടുക്കേണ്ടി വന്നില്ല. അങ്ങനെ വന്നു. ഇവിടെ എന്താ പറയുക, തിരുവനന്തപുരം സെറ്റിൽ ചെയ്തപ്പോഴാണ് ഞാൻ ശരിക്കും ഒരു ആർട്ടിസ്റ്റ് ആവുന്നത്. കാരണം പോയി വന്നല്ല, ഇവിടെ എല്ലാവരുമായിട്ട് പരിചയപ്പെട്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് സഹായിക്കുന്ന ഹൃദയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജീജ മാത്രമായിരുന്നെങ്കിൽ ജീജക്ക് ഒരിക്കലും ഇവിടെ എത്താൻ പറ്റില്ല, സംശയമില്ലാത്ത കാര്യം. ഈ തിരുവനന്തപുരത്തുള്ള ഡയറക്ടർമാർ, പ്രൊഡ്യൂസർമാർ, പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ്, അവരെയൊക്കെ ഞാൻ ഇന്നും ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. എല്ലാവർക്കും അതറിയാം. അവരൊക്കെ സഹായിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇത്രയും സീരിയൽ കഴിഞ്ഞു, ഇത്രയും സിനിമ കഴിഞ്ഞു എന്ന് നിങ്ങളോട് പറയുന്നത്. അവർ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഈ ജീജ സുരേന്ദ്രൻ ഒന്നും പറ്റില്ല. ഈ ലൈഫിൽ എപ്പോഴും
അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ഓക്കെ. ഈ 91 സീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 78 സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് രണ്ടും കോമ്പൻസേറ്റ് ചെയ്യണം. ചിലപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഡേറ്റ് ക്ലാഷ് വരും. അതുപോലെ നമുക്ക് പേഴ്സണൽ ലൈഫ് കൊണ്ടുപോകണം, നമ്മുടെ പ്രൊഫഷണൽ ലൈഫ് കൊണ്ടുപോകണം. അപ്പോൾ ഇത് എല്ലാം കൂടി പരസ്പരം എത്രത്തോളം കോമ്പൻസേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? അത് വലിയൊരു കാര്യമാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ഉള്ള സമയത്ത് എൻ്റെ ഹസ്ബൻഡ് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യും. പുള്ളി സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഇൻഡസ്ട്രിയിൽ വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ മോനാണ്, ഒറ്റ മോനേ ഉള്ളൂ. അവൻ ആണും പെണ്ണുമായിട്ട് അവനേ ഉള്ളൂ. പക്ഷേ അവൻ എന്താണെന്നറിയില്ല, ഒരമ്മയെ ശരിക്കും മനസ്സിലാക്കിയ ഒരു പൊന്നു മോനാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അത് ഞാൻ ദൈവത്തിന് പുണ്യം ചെയ്തൊരമ്മ എന്ന് ഞാൻ എന്നും മനസ്സിൽ ഞാൻ പ്രാർത്ഥിക്കും. കാരണം ഇന്നത്തെ കുട്ടികളുടെ ഒരു ബാഡ് ഇതുമില്ലാതെ തന്നെ ഒരമ്മ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വീട്ടിലായാലും ഈവൻ കിച്ചണിലായാലും അവൻ എന്നെ സഹായിക്കും. ഇപ്പം ഞാൻ ഷൂട്ട് കഴിഞ്ഞ് രാത്രി 10 മണിക്കോ 10:30 വരും, രാവിലെ 6:30 ആകുമ്പോഴത്തേക്ക് വണ്ടി വരും. വണ്ടി വന്നു കഴിഞ്ഞാൽ ഈ ഡ്രൈവർമാരെയൊന്നും ഒരു 5 മിനിറ്റ് നിർത്തിക്കില്ല. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമില്ല, എനിക്ക് വിഷമാണത്. അപ്പം ഞാൻ നേരത്തെ എഴുന്നേക്കണം. അപ്പോൾ അവൻ തന്നെ പറയും, മമ്മി എഴുന്നേക്കണ്ട, ഞാൻ മാനേജ് ചെയ്തോളാം, എനിക്ക് 10 മണിക്ക് പോയാൽ മതിയല്ലോ, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടി സഹായിക്കുന്നത് പോലെ എന്നെ സഹായിക്കും. അതുകൊണ്ട് തന്നെ എനിക്കിതൊന്നും മാനേജ് ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് അങ്ങനെയൊന്നും തോന്നാറില്ല. അതാണ് അതിൻ്റെ സത്യം. ഈ ലൈഫിൽ നമുക്ക് ആളുകളുടെ മനസ്സിൽ സ്ഥാനം ഉണ്ടാവുക, നമുക്ക് ഫെയിം, അതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഒരു പേഴ്സണൽ ലൈഫിൻ്റെ ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ടാവുക എന്നുള്ളത്. അപ്പം ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ ചേച്ചിക്ക് അതിനോടുള്ള കാഴ്ചപ്പാട് എങ്ങനെ? അല്ല, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഈ അഭിനയിച്ചത് കൊണ്ട് മാത്രം ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല സത്യമായിട്ടും. കാരണം ഞാനൊരു ഉദ്യോഗസ്ഥയാണെന്ന് വെച്ചോ, എനിക്ക് കിട്ടുന്ന സാലറി ഞാൻ എൻ്റെ വീട്ടുകാര്യങ്ങൾക്ക് മാത്രം വെച്ച് ബാക്കി സേഫായിട്ട് അവിടെ വെക്കാം. ഈ സീരിയൽ ചെയ്യുമ്പോൾ അത് പറ്റത്തില്ല. കാരണം എന്താണെന്നറിയോ, നമുക്ക് കിട്ടുന്ന ഫണ്ടിൻ്റെ പകുതി നമ്മൾ കോസ്റ്റ്യൂം വാങ്ങി തന്നെ നിൽക്കും. കോസ്റ്റ്യൂം ഉണ്ടാവും ഇഷ്ടം പോലെ, ഒരു 4-5 അൾമാരി ഡ്രസ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ജീവിതത്തിൽ ഡ്രസ്സ് ഇഷ്ടം പോലെ ഇട്ട് മതിയാകും. പക്ഷേ ഫണ്ട്, ബാങ്ക് ബാലൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു റീതിങ്കിങ് ആവശ്യമുണ്ട്. വീട്ടിൽ, അതായത് ഇപ്പം ഹസ്ബൻഡ് ഇല്ല, പക്ഷെ എന്നാലും വീട്ടുകാർക്കൊരു സപ്പോർട്ട് അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ട്, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, കാര്യങ്ങൾ അതൊക്കെ വേണം, നിർബന്ധമായിട്ടും വേണം. ഇത് വെച്ചുകൊണ്ട് നമ്മൾ ബാങ്ക് ബാലൻസ് ആകും എന്നുള്ള ഒരു വിശ്വാസവും എനിക്കില്ല. അത് സത്യമുള്ള കാര്യം. ഇൻഡസ്ട്രിയിലുള്ള പലരുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പം, നമ്മൾ ലൊക്കേഷനിലിരിക്കുമ്പം അവരെല്ലാം പറയുന്നത് ഇത് തന്നെയാണ്. എല്ലാവരും അറിയപ്പെടുന്നുണ്ട്, നിങ്ങളെല്ലാവരും നമുക്ക് സെലിബ്രിറ്റി സ്റ്റാറ്റസ് തരുന്നുണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ നമുക്ക് ബാങ്ക് ബാലൻസ് എന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിക്കണം, അയ്യോ ദൈവമേ അസുഖമൊന്നും വരുത്താതെ കൊണ്ടുപോകണം, അതാ പ്രാർത്ഥിക്കുക. കിടന്നു പോയാൽ ഇപ്പം ഞാൻ അമ്മയിൽ മെമ്പർ ആയതുകൊണ്ട് നമുക്ക് 5 ലക്ഷത്തിൻ്റെ ഇതുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ അഥവാ കിടന്നു പോയാൽ പ്രശ്നമില്ല. പിന്നെ എല്ലാവരും പ്രൈവറ്റായിട്ട് തന്നെ ഒരു ഇൻഷുറൻസ് എടുക്കണം, അതുകൂടി മതിയാവില്ലല്ലോ, അറിയാലോ. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവും. അല്ലാണ്ട് ബാങ്ക് ബാലൻസ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ പെൻഷൻ വരും, അതുകൊണ്ട് ജീവിക്കേണ്ടി വരും. അപ്പൊ ഈ പ്രൊഫഷണൽ ലൈഫ് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഒരു അഭിനേതാവിന്റെ ലൈഫിൽ ഈ അഭിനയം കൊണ്ടുപോകുന്നു, പിന്നെ അതിന്റെ കൂടെ പിന്നെ ഒരു ബിസിനസ്സും കൂടി. ഇപ്പം ചിലപ്പോൾ 20 ദിവസം 25 ദിവസമൊക്കെ ഷെഡ്യൂൾ ഡേറ്റ് വരും, മൾട്ടിപ്പിൾ സീരിയൽസ് ചെയ്യുന്ന സമയം. അപ്പം അതിനോട് പിന്നെ ഒരു ബിസിനസ് കൂടെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അല്ല, അത് വീട്ടുകാരുടെ സപ്പോർട്ട് വേണമല്ലോ. വീട്ടിലുള്ളവരായിരിക്കണം അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത്. നമ്മൾ അഥവാ തുടങ്ങിയാലും വീട്ടിലുള്ളവർ അത് മെയിൻറ്റെയിൻ ചെയ്ത്, നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ദിവസം നമ്മളും കൂടി പോയി നമുക്കുള്ള ഫ്രണ്ട് സർക്കിൾ ഉണ്ടല്ലോ, ഫ്രണ്ട് സർക്കിൾ അത് നമ്മൾ മാർക്കറ്റിങ്ങിന് യൂസ് ചെയ്ത് അങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. മുമ്പ് എനിക്ക് ആ ബുദ്ധിയൊന്നും വന്നില്ലായിരുന്നു. ഇപ്പോൾ വയസ്സാകുമ്പോൾ ആ ബുദ്ധിയൊക്കെ വരുന്നുണ്ട്. ഈ ടീം രാജേഷ് തലച്ചിറ ഇതിലേക്കുള്ളൊരു എൻട്രൻസിന്റെ കാര്യമൊന്നും ചോദിക്കുന്നില്ല, ആ ഒരു കോംബോ എങ്ങനെ വർക്കായി? അല്ല, ശരിക്കും പറഞ്ഞാൽ രാജേഷ് പഴയ കാലം മുതൽ എനിക്ക് അറിയുന്ന കുട്ടിയാണ്. അത് കഴിഞ്ഞ് രാജേഷ് ഡെവലപ്പായി ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായി. അതിനുശേഷം ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പം കൗമുദീൻ്റെ വർക്ക് ചെയ്യുന്നത്. പക്ഷെ രാജേഷ് ഒരു പാവമാണ്, പണ്ടേ പാവമാണ്, ഇപ്പോഴും പാവമാണ്. പക്ഷേ ആ ടീം എന്ന് പറയുമ്പം പുള്ളിക്ക് ആ ഒരു ടീം സ്പിരിറ്റും ആ കോംബോ കൊണ്ടുപോകാൻ പുള്ളിക്ക് നന്നായിട്ട് അറിയാം. ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാവില്ല. പുള്ളി കൂളായിട്ട് എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അവിടെ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും അത് ഗംഭീരമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അല്ല, അങ്ങനെയാണ് എല്ലാവരും വേണ്ട. കാരണം അവർ ഈ ബഹളവും ഒച്ചപ്പാടും ഇല്ലാത്ത എന്തുകൊണ്ടാണെന്നറിയാം, അവരെ തലയിൽ ഒരുപാട് ടെൻഷൻ ഉണ്ടാവും.
അപ്പോൾ അവിടെ ചില ഡയറക്ടർമാർ ഒച്ചപ്പെടും, പക്ഷേ ഇദ്ദേഹം ഒച്ചപ്പെടുകയില്ല. ടെൻഷനെല്ലാം ഇങ്ങനെ കൂളെന്ന് നമുക്ക് തോന്നുക, പക്ഷെ തലയിൽ ഭയങ്കര ഒരു വൈബ്രൻ്റ് ആയിരിക്കും. പക്ഷെ അത് നീറ്റായിട്ട് പുള്ളി മെയിൻറ്റെയിൻ ചെയ്ത് അസലായിട്ട് ഷൂട്ട് ചെയ്ത് നേരത്തെ, അതായത് മറ്റു ലൊക്കേഷനിൽ ഇല്ലാത്ത പോലെ തന്നെ പെട്ടെന്ന് പാക്കപ്പ് ആവുന്നുമുണ്ട്. ലേഡീസ് റൂമിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു വാർഡനായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ലൈഫിൽ ഒരു വാർഡൻഷിപ്പ് ഉണ്ടല്ലോ, വീട്ടിൽ നോക്കുന്ന വാർഡൻഷിപ്പും സീരിയൽ വരുമ്പോഴേക്കും എത്രത്തോളം ഡിഫറൻസ് ഉണ്ട്? അങ്ങനെയില്ല. ലൈഫിൽ ഞാൻ ശരിക്കും മുത്തശ്ശിയാ, 2 കുഞ്ഞുങ്ങളുടെ മുത്തശ്ശിയാ. അപ്പം ഞാൻ അവിടെ ഒന്നുമല്ല, ഞാനവിടെ വെറും ഒരു സാധാരണ മുത്തശ്ശി. അവർക്ക് ഒരു പേടിയില്ല. പക്ഷെ ക്യാരക്ടർ എന്ന് പറഞ്ഞ് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് വേറൊരാളെ ഷൂട്ടൊക്കെ ചെയ്യിച്ചിട്ട് അത് ശരിയാവാതെ ചേച്ചി വന്നേ പറ്റുള്ളൂ അങ്ങനെ പോയി ചെയ്തതാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ക്യാരക്ടറാണ്. പിന്നെ അവിടെ സിങ് സൗണ്ട് ആയതുകൊണ്ട് നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് പഠിച്ച് എടുത്ത് നീറ്റായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഒറിജിനൽ സ്ട്രിക്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലയിടത്ത് എനിക്ക് അങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ട് ചില കാര്യങ്ങൾക്ക്. അത് ഞാൻ പ്രത്യേകം പറയുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ എന്താ പറയുന്നത്, ഒരു ഔട്ട് സ്പോക്കൺ ലേഡി അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ക്യാരക്ടറിന് എനിക്ക് ചില നേരം അതൊരു പ്ലസ് ആയിട്ട് വരാറുണ്ട്. അല്ലാതെ ഞാനൊരു വളരെ പാവമായ അമ്മ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഞാനൊരു മെച്യൂർഡ് മുത്തശ്ശിയാണ്. അത് ഞാൻ വലിയ അഭിമാനത്തോടു കൂടി പറയുന്നു. അപ്പോൾ ഈ കുറുമ്പികളായിട്ടുള്ള ഈ ലേഡീസ് റൂമിലെ നായികമാരെ എങ്ങനെ കൊണ്ടുപോകും? നല്ല കുട്ടികളാണ്. എന്നെ അമ്മ എന്നാ വിളിക്കുക. അവരെല്ലാം എല്ലാ കുട്ടികളും നല്ല സ്നേഹമുള്ള കുട്ടികളാണ്. എനിക്കിഷ്ടമാണ് അത്. അവരെ കാണാൻ എനിക്ക് കൊതിയാണ്. കാരണം എന്ന് വെച്ചാൽ ഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് വരുമല്ലോ, അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോൾ ഞാൻ വിചാരിക്കും പ്രശാന്ത് എപ്പോൾ വിളിക്കും, അടുത്ത ഷൂട്ട് എപ്പോഴാണ്, ഈ കുട്ടികൾ എന്തായോ, ഏതൊക്കെ വർക്ക് ചെയ്യുന്നോ എന്നൊക്കെ വിചാരിച്ചിട്ട്. എനിക്ക് നല്ല മക്കളെല്ലാവരും, അവർക്കും എന്നെ ഇഷ്ടമാണ്. അങ്ങനെ ആ കോംബോ ശരിയായില്ലെങ്കിൽ നമുക്കത് ലൊക്കേഷനിൽ അത് ബോറായി വരും. അവരും ആദ്യം എന്നോടൊരു കുട്ടി പറഞ്ഞു, ആദ്യം വലിയ സീനിയർ ആർട്ടിസ്റ്റ് അല്ലേ, അവരൊക്കെ വരുമ്പോൾ ഇനി നമ്മളോടൊക്കെ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഞങ്ങൾ കരുതി. ഇപ്പം ഞങ്ങൾക്ക് പേടിയൊന്നും ഇല്ല എന്ന് പറയും. ഇപ്പം ഭർത്താവ് ഇല്ലാതായിട്ട് ഏകദേശം 7 വർഷം, 8ാമത്തെ വർഷത്തിലേക്ക് പോകുന്നു. പ്രൊഫഷണൽ ലൈഫിലായിരുന്നാലും പേഴ്സണൽ ലൈഫിലായിരുന്നാലും എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട്? പ്രൊഫഷണൽ ലൈഫ് എന്നല്ല, പുള്ളിയാണ് എന്നെ ഈ ഇൻഡസ്ട്രിയിൽ കൊണ്ടുവരാൻ സഹായിച്ചു. പുള്ളി ഇല്ലായിരുന്നെങ്കിൽ ഞാനിവിടെ വരില്ല. സത്യമുള്ള എനിക്കറിയത്തില്ല. പുള്ളി സഹായിച്ചു. എന്നെ ഊട്ടിയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിച്ചു എന്ന് ആലോചിച്ച് നോക്കണം. അത് കഴിഞ്ഞ് ഇവിടെ മെറിലാൻഡ് കുമാർ സാറിനെ കാണാൻ വന്നതാണ്. അപ്പോൾ കുമാർ സാർ പറഞ്ഞു നാളെ ഷൂട്ട് ചെയ്യണമെന്ന്, നാളെ വേഷമുണ്ടെന്ന്. ഈ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടില്ല, ഒന്നുമില്ല. കുമാർ സാറാണ് എനിക്ക് 7 സാരിയും 7 ബ്ലൗസും കൊണ്ടുവന്ന് തരുന്നത്, അവിടുത്തെ ലൊക്കേഷനിൽ വാങ്ങിത്തരുന്നത്. അങ്ങനെ ഞാൻ ഷൂട്ട് തുടങ്ങി. എന്നിട്ട് അന്നേരം 15 ദിവസം കണ്ടിന്യൂസ് ഷൂട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പോകുമ്പോൾ 15,000 രൂപ കയ്യിൽ കിട്ടി. അന്നത്തെ കാലം. അപ്പം ഞാൻ വിളിച്ചു, ഇത് നല്ല പരിപാടിയാണല്ലോ, തുടക്കത്തിൽ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ച് കാലം കഴിയുമ്പോൾ കൂടുതൽ പൈസ ഉണ്ടാക്കല്ല. ശരി, അന്ന് ഞാൻ വിചാരിച്ചു, എൻ്റെ ഹസ്ബൻഡോട് ഞാൻ പറഞ്ഞു, ഇനി ഞാൻ തിരിഞ്ഞ് നോക്കത്തേ ഇല്ല, ഞാനിതിൽ തന്നെ പിടിച്ച് നിൽക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി എനിക്ക് ആദ്യം ഒരു പേയിങ് ഗസ്റ്റായിട്ട് പേരൂർക്കട ഒരു വീട്ടിൽ താമസിച്ചു. പക്ഷെ അതെനിക്ക് വേറൊരാളെ വീട്ടിൽ പേയിങ് ഗസ്റ്റ് എനിക്ക് അത്ര വലിയ തൃപ്തിയൊന്നുമില്ല. പിന്നെ റെൻറ്റഡ് ഹൗസായിട്ട് ഒരു താഴെ ഓണർ മേലെ വീട്, അങ്ങനെയൊന്ന് പുള്ളി തന്നെ വന്ന് എല്ലാം എടുത്ത് തന്ന് സെറ്റ് ചെയ്ത് തന്നു. അങ്ങനെ നിന്ന് ഇപ്പോൾ തിരുവനന്തപുരത്ത് സ്വന്തം വീട് വെച്ചു. വീട് വെച്ചത് ഈ ഇൻഡസ്ട്രിയിൽ ഞാൻ അഭിനയിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് മാത്രമാണ്. അതെൻ്റെ വലിയ അഭിമാനമാണ്. കാരണം ഞാൻ ജോലി ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെയൊരു ജോലിക്ക് വരുമ്പം വീട്ടുകാർക്കാർക്കും ഇഷ്ടമില്ലായിരുന്നു. വേണ്ട, എന്തിനാ ഈ റിസ്കിന് പോകുന്നത്, പിന്നെ ഇൻഡസ്ട്രിയെ പറ്റി മോശമായ അഭിപ്രായമല്ലേ എല്ലാം പറയത്തുള്ളൂ. നല്ല കുടുംബജീവിതമുണ്ട്, നാളെ ഒരു പ്രശ്നം ആയിപ്പോരുത്, ഞാനും ഹസ്ബൻഡും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകാതെ നല്ല രീതിയിൽ പോകണം, അതാണ് അവർ ഉദ്ദേശിച്ചത്. പക്ഷേ ഹസ്ബൻഡ് തന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് വീടും വെച്ച് തന്നു. ഇത് ഹൗസിംഗ് ലോണാണ്, ഇപ്പോഴും കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും മനസമാധാനമായിട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട്. അദ്ദേഹം ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഇപ്പോൾ വീട്ടിൽ അദ്ദേഹമില്ല, ജീവിതത്തിൽ അദ്ദേഹമില്ല എന്നുള്ളൊരു മിസ്സിങ് അല്ലാതെ പുള്ളി എല്ലാ തരത്തിലും നല്ലൊരു മോനെയും തന്നു, പൊന്നുപോലത്തെ ഒരു മോനെയും തന്ന്, നല്ല മോൻ. അതുകൊണ്ട് എൻ്റെ ജീവിതം എനിക്ക് പൂർണ്ണ തൃപ്തിയാണ്. ഈ ഒരു സന്തോഷത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണോ ഈ അല്ലിയാമ്പൽ അല്ലെങ്കിൽ ചക്രഭരണി പോലെയുള്ള സീരിയലുകൾ പ്രൊഡ്യൂസ് ചെയ്യാനുണ്ടായ ഒരു ധൈര്യം? അല്ല ചക്രഭരണിയാണ് ഞാൻ ആദ്യം പ്രൊഡ്യൂസ് ചെയ്തത്. അത് ശരിക്കും പറഞ്ഞാൽ ഉണ്ണി ചെറിയാൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക മോട്ടിവേഷൻ എന്നൊക്കെ പറയില്ലേ, എന്നോട് പണ്ടേ പറയും, ചേച്ചി സ്മാർട്ടാണ്,
ചേച്ചി ഇച്ചിരി അറിവ് നല്ല രീതിയിലുള്ള ആളാണ്, സാധാരണ ആർട്ടിസ്റ്റിനെ പോലെയല്ല, ചേച്ചിക്ക് പറ്റും ഇങ്ങനെ പറയും. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സീരിയൽ ഗോകുലം ഗോപാലൻ സാറ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എടുത്ത സംഭവമാണ്. അപ്പോൾ അതെടുത്തിട്ട് പിന്നെ അത് എന്താ പറയേണ്ടത്, പൊളിറ്റിക്കൽ സബ്ജക്റ്റ് ആയിപ്പോയി, കോമഡിയാണ്. അപ്പം സാർ എൻ്റെ അടുത്ത് പറഞ്ഞു അത് വേണ്ട, നമുക്ക് ഫാമിലി സബ്ജക്റ്റ് എടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും രൂപ അതിന് ചിലവാക്കിയില്ലേ, അപ്പം ശരി അത് കളയണ്ടല്ലോ. അദ്ദേഹം 25 ലക്ഷം രൂപ കടം തന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ അദ്ദേഹം എൻ്റെ ദൈവമാണ് സത്യമായിട്ടും. ആ മനുഷ്യൻ അന്നത് വേണ്ടാന്ന് പറഞ്ഞ് തള്ളിയതാണ്. ഞാനാണ് അങ്ങോട്ട് പറയുന്നത് നമുക്കത് ചെയ്യാം, എനിക്ക് അങ്ങനെ വി ക്രൗൺ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്ന പണമാണ്. അദ്ദേഹത്തിൻ്റെ മകനും ബൈജു ഗോപാലൻ, അവർ രണ്ടുപേരും കൂടി പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാനത്, പുള്ളി കടം തന്നിട്ട് ഞാനത് പ്രൊഡ്യൂസ് ചെയ്ത് ആ കടം വീട്ടി ഞാൻ. പക്ഷെ അങ്ങനെ വന്നപ്പം പിന്നെ ഉണ്ണിച്ചെറിയാൻ, സന്തോഷ് കുട്ടമത്ത്, ഇവരൊക്കെയാണ് എൻ്റെ ജീവാത്മാവ് എന്ന് പറയുന്നത് അന്ന് മുതൽ ഇന്ന് വരെയും. കാരണം അവരുടെ കഷ്ടപ്പാട് മാത്രമാണ് അത് മുന്നേറാൻ കാരണം. അത്രയും എപ്പിസോഡ്സ് പോകാൻ 580 എപ്പിസോഡ് പോയ സീരിയലാണത്. കഷ്ടപ്പാടുണ്ടായിരുന്നു. ശരിക്കും ബിസിനസ് പഠിച്ചത് അവരിൽ നിന്നാണ്. ആദ്യത്തെ കാൽവെപ്പായിരുന്നു. കടം വാങ്ങിയത്, കടം വീട്ടി, എന്നിട്ടും ഗംഭീരമായിട്ട് പോയപ്പം ഒരു ബിസിനസ് ഞാൻ പഠിച്ചു. പിന്നെ എനിക്ക് തോന്നിയാ ഇനി കൊള്ളാം, തരക്കേടില്ല, നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചു. അങ്ങനെ പോയി. അതാണ് കാര്യം. പക്ഷെ എല്ലാം ഭഗവാൻ നിശ്ചയിക്കുന്ന ഓരോ സമയമാണ്. അതാണ്. പിന്നെ നല്ല കൂട്ടായ്മ ഉണ്ടായിരിക്കണം. സത്യമായിട്ട് നമ്മൾ ആരും വിചാരിച്ച ഒറ്റക്ക് ഒരു സാധനം നടക്കില്ല. നല്ലൊരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഉണ്ടായിരിക്കണം. ടീം നന്നായിട്ടുണ്ടെങ്കിൽ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒരു പ്രൊഡ്യൂസറും ഒറ്റയ്ക്ക് വിചാരിച്ച ഒന്നും നടക്കില്ല. ഈ സീരിയൽ പ്രൊഡക്ഷനിലേക്ക് വരുമ്പം ഈ എത്രത്തോളം ഒരു ഹെൽപ്പ് ഫാമിലിയിൽ നിന്നായിരുന്നാലും ഫ്രണ്ട്സിൽ നിന്നായിരുന്നാലും ഉണ്ടായിട്ടുണ്ട്? അല്ല, ഞാനൊരു കാര്യം പറയാം, ഏതൊരു പ്രൊഡക്ഷനും ബിസിനസ് കാശുണ്ടെങ്കിലൊന്നുമില്ല എല്ലാവർക്കും നടത്താൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട. മനസ്സിലായില്ലേ? ഞാൻ ചക്രഭരണി ആദ്യം ഹസ്ബൻഡ് ഉള്ള സമയത്ത് ചെയ്തു. ഹസ്ബൻഡ് മരിച്ചതിന് ശേഷമാണ് അല്ലിയാമ്പൽ ചെയ്യുന്നത്. അല്ലിയാമ്പൽ ചെയ്തിട്ട് നഷ്ടത്തിലാണ് അത് പോയത്. കാരണം അത് ഡയറക്റ്റ് വേറെ കുട്ടികളുടെ ആർട്ടിസ്റ്റുകളുടെ കുഴപ്പമല്ല, മഴയായിരുന്നു. ആലപ്പുഴ ലൊക്കേഷൻ, ഭയങ്കര മഴയല്ലേ. ആ 2 വർഷത്തെ മഴ മുഴുവൻ ഉണ്ടാക്കി. ഭീകര നഷ്ടം എന്ന് പറഞ്ഞാൽ ഭീകര നഷ്ടം. പക്ഷേ ദൈവം പോലെ അതിൻ്റെ പിന്നെ ഡയറക്ടർ ഷിജു അരൂർ എന്ന് പറയുന്ന ഒരു ഹൃദയമുള്ള ദൈവം എന്ന് ഞാൻ പറയും. അദ്ദേഹം ഉള്ളത് കൊണ്ട് മാത്രമാണ്. അദ്ദേഹം എന്നോടൊപ്പം നിന്നു, അത് നിർത്താൻ സഹായിച്ചു. അസോസിയേഷനിൽ വന്ന് നഷ്ടങ്ങളൊക്കെ പറഞ്ഞു. കിട്ടിയ പൈസ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തു. ആ മനുഷ്യൻ ഇന്നും എൻ്റെ മരണം വരെ എൻ്റെ ഹൃദയത്തിൽ നിന്നല്ല, എൻ്റെ കൂടെയുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. അങ്ങനെയുള്ള വ്യക്തികളും ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ട് കേട്ടോ. എല്ലാവരും പറയണ്ട മറ്റവരാ മറിച്ചവരാം, അല്ല. ഹൃദയമുള്ള ഡയറക്ടർമാരും പ്രൊഡ്യൂസർമാരും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇനിയും ഞാനൊന്ന് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിലും പക്ഷേ ഇന്നത്തെ പ്രൊഡ്യൂസർമാർ ആരും ഹാപ്പിയല്ല. എന്ന് ചാനലുകൾ ഇപ്പോൾ കൊടുക്കുന്ന ഫണ്ടിൽ നിന്നും ഒരു 50,000 രൂപ പെർ എപ്പിസോഡ് എക്സ്ട്രാ കൊടുത്ത് തുടങ്ങുന്നു, അന്ന് ഞാനും വരും പ്രൊഡ്യൂസ് ചെയ്യാൻ. അല്ലെങ്കിൽ എനിക്കൊന്ന് തിങ്കിങ് കൊടുക്കേണ്ടി വരും. കാരണം ആരും ഹാപ്പിയല്ല, പ്രൊഡ്യൂസർമാരെല്ലാം ടെൻഷനിലാണ്. അത് കണ്ടതുകൊണ്ടാണ് ധൈര്യം വരാത്തത്. ഇത്രയും സീരിയലുകളും ഇത്രയും സിനിമയും ചെയ്തു. ഇത് തമ്മിലുള്ള ദൂരം, സിനിമയിൽ നിന്നും സീരിയലിലേക്കുള്ള ദൂരമോ അല്ലെങ്കിൽ സീരിയലിൽ നിന്നും സിനിമയിലേക്കുള്ള ദൂരമോ അതിപ്പോഴും വലുതാണോ? ഇല്ല, ഞാൻ അതിൽ ലക്കിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയലിലുള്ളവർക്ക് സിനിമയിൽ അവസരം കിട്ടാറില്ല, പോകാറില്ല എന്നൊക്കെ പറയും. പക്ഷെ അത് കിട്ടാഞ്ഞിട്ടല്ല, അത് ആക്ടിങ്. അതായത് നമ്മളിപ്പോൾ സീരിയലിൽ ടൈം എടുത്ത് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ട്. സിനിമയിൽ അതല്ല, ലൈവാണ്. മനസ്സിലായില്ല? അത് രണ്ടും അതേ വ്യത്യാസമായിട്ട് ചെയ്യാൻ ആദ്യം പഠിക്കണം. അഭിനയത്തിൻ്റെ ഒരു ഡെപ്ത് വലുതാണ്. തീർച്ചയായിട്ടും. കാരണം അവിടുത്തെ ഡയറക്ടേഴ്സ് അങ്ങനെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഫാസ്റ്റ് സീരിയല് നേരെ കട്ട് ഷോട്ട്സ് എടുത്ത് നമ്മളെ കൊണ്ട് ചെയ്യിക്കും. പിന്നെ ഇപ്പം കൂടുതലും സിംഗ് സൗണ്ട് ആണല്ലോ ഇപ്പോൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ലൈവ് ആവുന്നുണ്ട് പലതും. മനസ്സിലായില്ലേ? പിന്നെ തീർച്ചയായിട്ടും സിനിമയും സിംഗ് സൗണ്ട് ആവുന്നുണ്ട്. അതിൻ്റെ വ്യത്യാസം തീർച്ചയായിട്ടുണ്ട്. അതാണ് നല്ലതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ആർട്ടിസ്റ്റുകൾ തിരക്കായിരിക്കും എന്ന് കരുതിയിട്ടാണ് ഈ വിളിക്കാത്തത് സീരിയലിൽ പോയി കഴിഞ്ഞാൽ. പക്ഷേ എനിക്കെന്തോ വരുന്നുണ്ട്. ഈ പോകാൻ പറ്റാതെ ലോങ് ഒക്കെ ആകുമ്പോൾ പോകാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. അല്ലാതെ വരില്ല, കിട്ടില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ബന്ധങ്ങൾ ഉണ്ടായിരിക്കണം, നല്ല ബന്ധങ്ങൾ ഉണ്ടായിരിക്കണം. അല്ലാതെ എന്ത് ബന്ധവുമായിട്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.
നല്ല സ്നേഹമുള്ള ഈ ചേച്ചി, ആ കഴിവുള്ള ചേച്ചിയാണ്, നമുക്കൊരു പ്രോബ്ലവും തരാത്ത ചേച്ചിയാണ്, വന്നു കഴിഞ്ഞാൽ ഒരു ശല്യമില്ലാതെ അഭിനയിച്ച് കാശും വാങ്ങി പോയിക്കോളും എന്ന് തോന്നുന്ന നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടും. സീരിയലിലുള്ള അഭിനേതാക്കൾക്ക് തീർച്ചയായും സിനിമയിലേക്കുള്ള ദൂരം അത്രയ്ക്ക് തന്നെ ആ ഒരു അഭിനയത്തിൻ്റെ ഗ്യാപ്പ് തന്നെ ഉള്ളൂ. പിന്നെ ആശാ ശരത്ത് സീരിയൽ ചെയ്തിട്ട് പോയതല്ലേ, കുങ്കുമപ്പൂ സീരിയൽ കഴിഞ്ഞിട്ടാണ് സിനിമയിലേക്ക് പോകുന്നത്. അവരുടെ കഴിവ് കൊണ്ട് അവരവിടെ തന്നെ പിടിച്ചു നിന്നില്ലേ. പിന്നെ ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് വരാൻ സമയമില്ല, അതുകൊണ്ടാണ്. അവർക്ക് ആഗ്രഹമില്ലെന്ന് പറയാൻ പറ്റില്ല, സമയമില്ലാത്തതുകൊണ്ടാണ്. ഇനി നമ്മൾ കുറച്ചൊരു സീരിയസ് പോർഷനിലേക്ക് പോവുകയാണെങ്കിൽ, ചേച്ചി ഈ കാണുന്ന പോലെ ഒന്നല്ല കേട്ടോ. ചേച്ചി ഭയങ്കര ന്യൂസ് ഓറിയൻറ്റഡ് ആണ്. എപ്പോഴും വാർത്തകൾ ഇങ്ങനെ അറിയുകയും കേൾക്കുകയും ഒക്കെ ചെയ്ത് എപ്പോഴും എന്ത് കാര്യം ചോദിച്ചാലും ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരാൾ കൂടിയാണ്. ഈ കാണുന്ന ഒരു പാവ ലുക്ക് മാത്രമേ ഉള്ളൂ. അപ്പം ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രിയിലാണെങ്കിലും ഈ സമകാലീനമായി നടക്കുന്ന പല സംഭവങ്ങൾ, ഇപ്പം പല കമ്മിറ്റി റിപ്പോർട്ടുകൾ വരുന്നു, അതുമായി ബന്ധപ്പെട്ട് കോലാഹലങ്ങൾ ഉണ്ടാകുന്നു, മാധ്യമങ്ങൾ പലതും എഴുതുന്നു, വൻ മരങ്ങൾ കടപുഴകുന്നു എന്ന് പറയുന്നു, ആളുകൾ അത്രയും വർഷങ്ങൾ കൊണ്ട് നീണ്ടു നിവർന്ന് അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഇമേജുകൾ കൊഴിഞ്ഞു വീഴുന്നു എന്ന് എഴുതി വയ്ക്കുന്നു. എന്താണ് ചേച്ചി ഈ ഒരു ചെറിയൊരു പൊളിറ്റിക്കൽ ആംഗിൾ നോക്കിയാലോ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ആംഗിൾ നോക്കിയാലോ എന്താണ് ചേച്ചിയുടെ ഒരു? അല്ല, ഞാൻ ചോദിക്കുന്നത്, ഈ മാധ്യമങ്ങൾ പൊഴിഞ്ഞു വീണു, അവരുടെ ഇമേജ് അങ്ങ് തകർന്നു എന്ന് പറയുമ്പോൾ ഇവർ വിചാരിച്ചാൽ തകർക്കാൻ പറ്റുന്നതാണോ? ഒരിക്കലില്ല. ബന്ധങ്ങൾ എന്ന് പറയുന്നിടത്ത് ഒരിക്കലും തകരുന്നില്ല. അവർക്ക് അവരുടെ ചാനലിൻ്റെ റേറ്റിംഗ് കയറ്റാൻ വേണ്ടി എന്തെങ്കിലും വിളിച്ചോതുകയാണ്. മനസ്സിലായില്ല? ഇപ്പം ഞാനാണ് ഇത് വായിച്ച് കേൾക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിലുള്ള ഡയറക്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ് അവരെല്ലാം കേൾക്കുമ്പോൾ ശരിക്കും നമ്മൾ ചിരിക്കുക ചെയ്യുന്നത്. ഇവർക്ക് വേറെ ജോലിയില്ല, വേറെ പണിയില്ല എന്നൊക്കെ നമുക്ക് തോന്നും. ഇപ്പം ഇന്ന് ഞാൻ വായിച്ചു, എന്താ ഇനി മോഹൻലാൽ ഇല്ല അമ്മയിലേക്ക് എന്ന്. ഞാൻ അത് അങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ അമ്മയിൽ തന്നെ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഒരാൾക്ക് ഇട്ടുകൊടുത്തു. പുള്ളി ചിരിച്ചിട്ട് എനിക്ക് ഇങ്ങോട്ട് റിപ്പോർട്ട്. എന്തിന് കാര്യമാണെന്ന്, അവരവരുടെ സ്ഥാനത്തുണ്ട്. അവരൊന്നും ആർക്കും ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കുറേ യൂട്യൂബേഴ്സ് വന്നിട്ടുണ്ട്, ഓൺലൈൻകാർ വന്നിട്ടുണ്ട്. അവരുടെ റേറ്റിങ്ങിന് വേണ്ടി കുറേ ക്യാപ്ഷൻ അങ്ങ് എഴുതി വെക്കും, നാളെ എന്നെ എഴുതി വെക്കും. മനസ്സിലായില്ലേ? എൻ്റെതൊരിക്കൽ എഴുതി എന്താണെന്നറിയാം, ഞാൻ ഒരു ഇത് കൊടുത്തായിരുന്നു, മമ്മൂട്ടിയെ ഇഷ്ടപ്പെടാത്ത സ്ത്രീകളില്ല എന്ന് പറഞ്ഞിട്ട്. അത് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അമേരിക്കയിലാണ് അവൾ. ഇവിടെ ആർട്ടിസ്റ്റ് ആയിരുന്നു, ഇപ്പം അമേരിക്കയിലാണ് അവൾ. അവിടുന്ന് എപ്പോഴും ഈ മമ്മൂക്ക ഇത് തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കണം എന്നുള്ളൊരു ഭ്രാന്തുള്ള കുട്ടിയാണ്. അപ്പോൾ അത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പം ഞാനെന്ത് ചെയ്ത്, ഈ മമ്മൂക്കയെ പറ്റി എന്തോ ഒരു കമൻറ്റ് വന്ന സമയത്ത് അവൾ അതിന് പ്രതികരിച്ചു. എന്നിട്ട് അവൾ എനിക്കൊരു വീഡിയോ ഇട്ടിട്ട് തന്നു, യൂട്യൂബിലിട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിന് ഒരു വോയിസും കൂടി ഇട്ടിട്ട് ഞാൻ അതിൽ കൊടുത്തു. 5 അരവിന്ദും തന്നായിരുന്നു. അതിന് കമൻറ്റ് കൊടുത്തത് ഒരാൾ കൊടുത്തിരിക്കുന്നത്, മമ്മൂട്ടിക്ക് താല്പര്യമില്ലാത്ത ഒരു സ്ത്രീയും ഈ ലോകത്തിലെന്ന്. എനിക്ക് ദേഷ്യം വന്നു. അദ്ദേഹത്തിനെ പോലത്തെ ജം ഓഫ് എ മാൻ അല്ലേ, ജമ്മാണ് പുള്ളി. ആ മനുഷ്യന് അങ്ങനെ ഒരു ക്യാപ്ഷൻ അവരിടാൻ പാടുണ്ടോ പറ? എന്നിട്ട് എൻ്റെ ഫോട്ടോയും ആ മറ്റേ അമേരിക്കയിലുള്ള കുട്ടിയുടെ ഫോട്ടോയും ഞാൻ എന്ത് ചെയ്ത് യൂട്യൂബിൽ നോക്കി എടുത്ത്, ഭാഗ്യത്തിന് അവൻ്റെ നമ്പർ ഉണ്ടായിരുന്നു അവിടെ. ഞാൻ അവനെ വിളിച്ചു. നമ്പർ ഞാൻ ചോദിച്ചാസുന, അതെ. ഞാൻ ചോദിച്ചു, ഇയാളല്ലേ അത് പോസ്റ്റ് ചെയ്തത്? അതെ. ഞാൻ പറഞ്ഞു, 10 മിനിറ്റ് കൊണ്ട് നീ അത് മാറ്റിയിരിക്കണം. നീ അത് മാറ്റിയില്ലെങ്കിൽ നീ ഇന്ന് എവിടെ ഉറങ്ങണമെന്ന് ഞാൻ തീരുമാനിക്കുന്നു. അങ്ങനെ പറഞ്ഞു. കാരണം ആരെയാ പറഞ്ഞിരിക്കുന്നത്? പറയാൻ പാടില്ല, അങ്ങനെ ധൈര്യം വരാൻ പാടില്ല ഒരുത്തർക്കും. കാരണം അദ്ദേഹം ജം ഓഫ് എ മാൻ അല്ലേ. അപ്പം പറഞ്ഞു, അതെന്താ നിങ്ങളത് പറഞ്ഞില്ലേ? ഞാൻ എന്ത് പറഞ്ഞു എന്നാ? ഞാൻ എന്താ പറഞ്ഞത്? മമ്മൂക്കയെ ഇഷ്ടപ്പെടാത്ത ഒരു സ്ത്രീയുമില്ല. കാരണം നമ്മളോട് പറയും, ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ അദ്ദേഹം ഉള്ളിടത്ത് ഞങ്ങളെ വിളിക്കണേ, ഒന്ന് കാണാനാ, കാല് തൊട്ടൊന്ന് നമസ്കരിക്കുക, എന്ത് നല്ല മനുഷ്യനാ, എന്ത് നല്ല മനുഷ്യൻ, ഇങ്ങനെ പറയുന്നതല്ലാതെ വൃത്തികേട് ആരും പറഞ്ഞിട്ടില്ല, ഒരാളും പറയത്തുമില്ല, അദ്ദേഹവും പറയില്ല. പിന്നെ അവൻ പോയി അങ്ങനത്തെ ക്യാപ്ഷൻ ഇടാൻ പാടില്ല അല്ലേ? മമ്മൂക്ക ആര് പറഞ്ഞു? അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു. പക്ഷെ ഒരു കാര്യം, 10 മിനിറ്റ് കൊണ്ട് അവനത് റിമൂവ് ചെയ്തു. ഞാൻ ശരിക്കും ഭീഷണിപ്പെടുത്തി, സത്യമാണ്. ഞാൻ നേരെ എൻ്റെ മോനെ അഡ്വക്കേറ്റാണ്. ഞാൻ പറഞ്ഞു, മോനെ നമുക്ക് എവിടെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഉടനെ കൊടുത്തേക്കണം, ഇവനെ മാറ്റുമെന്ന് നോക്കട്ടെ. ഉച്ചയാകുമ്പോഴത്തേക്ക് അവനത് റിമൂവ് ചെയ്തു. ഈ പറഞ്ഞ പോലെയുള്ള കമ്മിറ്റി റിപ്പോർട്ടുകൾ നിലനിൽക്കും ചേച്ചി വിശ്വസിക്കുന്നത്? ഇതിലൊക്കെ എന്തെങ്കിലും ഒരു സത്യമുണ്ട്, അല്ലെങ്കിൽ ഇതിനൊരു നേർക്കാഴ്ച ഉണ്ട് അതൊക്കെ വിശ്വസിക്കും? ഇല്ല, ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, ഈ കമ്മിറ്റി റിപ്പോർട്ട് അതിനോടൊന്നും ഞാൻ പറയാൻ മാത്രം ഞാനൊന്നുമല്ല. മനസ്സിലായില്ലേ? അതിനൊക്കെ വലിയ വലിയ ആളുകൾ സംസാരിക്കട്ടെ. പക്ഷേ ഇപ്പോൾ ഈ സംസാരിക്കുന്ന ഏതൊരാളും, സ്ത്രീ ആയാലും പുരുഷനായാലും കംപ്ലൈൻറ്റുകളായാലും എന്തും ഇങ്ങനെ ഓൺലൈനിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പം ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം എന്നോട് ഞാൻ ലൊക്കേഷനിൽ ചെന്നു,
എന്നോട് ഒരു ഡയറക്ടറോ അല്ലെ കൺട്രോളറോ അല്ലെ പ്രൊഡ്യൂസറോ എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ, എൻ്റെ നല്ല കാലത്ത്, ഇപ്പോഴല്ല, ഇപ്പം ഞാൻ കിളവിയാണ്, അന്നത്തെ കാലത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ, അത് സുന്ദര മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടല്ല, എന്നിട്ട് എന്നോട് അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ അവരോട് പ്രതികരിക്കേണ്ട രീതിയിൽ സ്നേഹത്തോടെ പ്രതികരിച്ചിട്ട് വർക്ക് നിനക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ നിനക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഒന്നും സഹകരണത്തിന് പോകാതെ വർക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക, കിട്ടുന്ന കാശും വാങ്ങി പോരുക. അല്ലെങ്കിൽ ഞാൻ തിരിച്ചു വന്നിട്ട് നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ വിത്തിൻ എ വീക്ക് നീ പോയി കംപ്ലൈൻറ്റ് ഈ കൊടുത്തത് അന്ന് ചെയ്യാതെ ഈ 10 വർഷം കഴിഞ്ഞിട്ട് പോയിട്ട് ഇത് കൊടുക്കുന്നതിനോട് അവരോട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മഹാപുച്ഛമാണ്. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് ഇവിടെ പോലീസ് ഉണ്ട്, ഗവൺമെന്റ് ഉണ്ട്, എല്ലാം ഉണ്ടല്ലോ, ലേഡീസിന് നിയമം ഉണ്ടല്ലോ. ആ നിയമം എന്തുകൊണ്ട് നിങ്ങൾ 10 കൊല്ലം കഴിഞ്ഞിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്? അത് അന്നേ ചെയ്തൂടെ? അല്ലേ? ഞാനായാലും ഞാൻ അതല്ലേ ചെയ്യേണ്ടത്? ഈ 10 കൊല്ലം കഴിഞ്ഞിട്ടാണോ ചെയ്യേണ്ടത്? അപ്പം ഞാൻ അതിന് കൗണ്ടർ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, സിനിമയിലെ അവസരങ്ങൾക്ക് വേണ്ടി ത്യജിക്കേണ്ട പലതും ത്യജിക്കുകയും കഴിവില്ലായ്മ കൊണ്ട് അവർ പുറത്തു പോവുകയും ചെയ്യുന്ന ഒരു വൈരാഗ്യ ബുദ്ധിയിൽ നിന്നാണോ ഇത് വരുന്നത് ചേച്ചി വിശ്വസിക്കുന്നത്? കഴിവുള്ളവരല്ലേ ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. എനിക്ക് അഭിനയിക്കാൻ കഴിവില്ലെങ്കിൽ എനിക്ക് സിനിമ തന്നില്ല, ഞാൻ അതുകൊണ്ടാണ് തരാത്തത് എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കഴിവുള്ളവരെ വേണം. അവസരങ്ങളുണ്ട്, കഴിവുള്ളവർക്ക് ഒരുപാട് അവസരങ്ങൾ ഇപ്പോൾ ഉണ്ട്, ഇല്ലയെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. സിനിമയിലായാലും സീരിയലിലായാലും വെബ് സീരീസിലായാലും ഷോർട്ട് ഫിലിംസിലും അവസരങ്ങളുടെ കൂട്ടായ്മ പണ്ടത്തെ പോലെ അല്ല. കഴിവില്ലെങ്കിൽ ഒരു ഡയറക്ടറിനും ഒരു പ്രൊഡ്യൂസറിനും രക്ഷപ്പെടുത്താൻ പറ്റില്ല. നിങ്ങൾ എന്ത് ത്യജിച്ചിട്ടും അവരെ നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ തയ്യാറായാലും ക്യാമറക്ക് മുന്നിൽ കഴിവില്ലെങ്കിൽ അവരെന്ത് ചെയ്യാൻ പറ്റും? പിന്നെ 15 കൊല്ലം കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവർ സ്വന്തമായിട്ട് അവരുടെ ഇതല്ലേ പോകുന്നത്. എല്ലാവരും ചോദിക്കും, ഇപ്പം എല്ലാവരും പറയുന്നുണ്ട്, ഇവർക്ക് അന്നേ പറയായിരുന്നില്ലേ, അന്ന് വന്ന് പറഞ്ഞുകൂടായിരുന്നില്ലേ, എന്തിനാ ഇത്രയും ലേറ്റ് ആയിട്ട് പറഞ്ഞത്? അത് മോശമല്ലേ? ഞാൻ പറയുന്നത് ഏത് പെൺകുട്ടിക്കും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ അല്ലെ വിത്തിൻ എ വീക്ക് അവർ വിത്ത് എവിഡൻസിൽ അവിടെ കൊണ്ടുവരണം. ചെയ്തേ പറ്റുള്ളൂ. അത് ചെയ്യണം തന്നെ പറയുന്നത്. പക്ഷെ 10 കൊല്ലം കഴിഞ്ഞിട്ട് വെറുതെ സ്വയം നാണം കഴിയേണ്ട ആവശ്യമില്ലല്ലോ. സംഘടനകൾ ഉള്ളതുകൊണ്ട്, അതിപ്പോൾ സിനിമയിലായിരുന്നാലും സീരിയലിലായിരുന്നാലും മറ്റേത് മേഖലയിലായിരുന്നാലും ഇതുപോലെയുള്ള അക്രമ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ അധിക്ഷേപങ്ങളോ ഈ പറയുന്ന പരാതികൾ ഒട്ടുമേ ഇല്ലാതാവും എന്ന് വിശ്വസിക്കുന്നു. അല്ല, സംഘടനകൾ കൂട്ടായ്മയുള്ളിടത്ത് വേണം എന്ന് കരുതി ഈ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ സംഘടനയല്ല. അവിടെ പ്രൊഡ്യൂസർ, ഡയറക്ടർ, കൺട്രോളർ അവർ കഴിഞ്ഞേ എന്തും വരുള്ളൂ. അപ്പം ഈ സംഘടനകൾ എന്തിനാ? പ്രശ്നം സോൾവ് ചെയ്യാനല്ലേ. അപ്പം ഞാൻ പറയുന്നത്, എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ 3 പേര് ഇരുത്തി നിങ്ങൾ പ്രശ്നം സോൾവ് ചെയ്യപ്പാ. അല്ലാതെ ചുമ്മാ അവിടെ പോയി സംഘടനകളുടെ അടുത്ത് പോയിട്ട് തീർക്കുന്നതിനേക്കാൾ ഭേദം കാശ് ചെലവാക്കുന്നത് പ്രൊഡ്യൂസറല്ലേ. ഡയറക്ടറിൻ്റെ തലവേദന എന്തൊക്കെയുണ്ടെന്ന് എല്ലാവരും പഠിക്കണ്ടേ? നമ്മളോട് ഇപ്പം എന്നോടായാലും, ഞാൻ ഇത്ര പ്രായമുള്ള ക്യാരക്ടർ ഞാൻ ചെയ്യുമ്പോൾ ഒരു ഡയറക്ടർ റീടേക്ക് പോയി ആ സമയത്ത് നമ്മളോട് ചിലപ്പോൾ ഷൗട്ട് ചെയ്ത് പറഞ്ഞേക്കും. അത് നമ്മളോടുള്ള വൈരാഗ്യത്തിൻ്റെ മേലെ അല്ല പറയുന്നത്. ആ സീൻ എത്രയും പെട്ടെന്ന് എടുത്തു കൊടുക്കാനും ഫുട്ടേജ് എന്ന് പറയുന്ന ടെൻഷൻ, മനസ്സിലായില്ലേ, റേറ്റിംഗ് എന്ന് പറയുന്ന തലവേദന, ഇതെല്ലാം ഡയറക്ടറിൻ്റെ മാത്രമാണ്. അവരുടെ തലയിൽ ഇത് വെച്ചുകൊണ്ടാണ് അവരറിയാതെ ഒച്ചത്ത് പറഞ്ഞു പോകുന്നത്, അല്ലാണ്ട് വെറുപ്പ് കൊണ്ടല്ല. അത് എല്ലാ ആർട്ടിസ്റ്റും എല്ലാ ടെക്നീഷ്യൻസും എല്ലാവരും മനസ്സിലാക്കണം. മാനസികമായി അവരൊരിക്കലും നമ്മളെ വെറുത്തിട്ടല്ല. അവരുടെ ഈ തലവേദന മനസ്സിൽ കിടക്കുന്നിടത്തോളം കാലം ഈവനിങ് എഡിറ്റഡ് പോർഷൻസ് ഒരു 30-35 മിനിറ്റ് കിട്ടിയാൽ അവർക്ക് സമാധാനം. പ്രൊഡ്യൂസർ സേഫാണ്. അതിനു വേണ്ടിയാണ് അവർ പറയുന്നത്. അല്ലാണ്ട് സംഘടന ഉണ്ട് എന്ന് കരുതി ചിന്തിച്ചാൽ ജോലി അവരല്ല കൊടുക്കുന്നത്, പ്രൊഡ്യൂസറാണ് കൊടുക്കുന്നത്, ഡയറക്ടറാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അവിടെയാണ് 100% വിശ്വാസം പുലർത്തേണ്ടത് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ഇപ്പോഴും അവസരങ്ങൾക്ക് വേണ്ടി എന്തിനും തയ്യാറായിട്ടുള്ള സ്ത്രീകളുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അതിനോടൊപ്പം തന്നെ ഞാൻ ചേർത്ത് പറയുകയാണ്, സ്ത്രീകളെപ്പോലെ തന്നെ പുരുഷന്മാരും ഇതുപോലെ ഒരുപാട് ദുരവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്, അല്ലെങ്കിൽ അവസരങ്ങൾക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ നിന്നും ചില താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ചേച്ചി അതിനോട് എങ്ങനെ പ്രതികരിക്കും? ഞാനൊരു കാര്യം പറയാം, സ്ത്രീയും പുരുഷനും എവിടെയുണ്ടോ അവിടെയൊക്കെ എല്ലാം ഉണ്ട്. അത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ മാത്രം എന്ന് പറയുന്നതിനോട് യോജിക്കാൻ പറ്റില്ല, മനസ്സിലായില്ലേ? പിന്നെ ഇനിയുള്ള കാലം പുരുഷ പീഡനം വരില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് വയ്യ. തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നു. കാണാം,
നമുക്ക് കാത്തിരിക്കാം. ആണോ? തീർച്ചയായിട്ടും. ഇന്ന് ഞാൻ വായിച്ചു, ഞാൻ ഒരുപാട് ന്യൂസ് വായിക്കുന്ന ഒരാളാണ് കേട്ടോ. ഇന്ന് ഞാൻ വായിച്ചു, ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പുരുഷനെ ഒരു സ്ത്രീ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, തലോടി എന്നൊക്കെ പറഞ്ഞ് ഞാൻ വായിച്ചു. ബാക്കി ഞാൻ ഇവിടെ പറയുന്നില്ല. അപ്പം നാളെ തീർച്ചയായിട്ടും പുരുഷ പീഡനം വരും. കാരണം സ്ത്രീകളൊക്കെ ഭയങ്കര അപ്കമിങ്, ഭയങ്കര ജീനിയസ്, എല്ലാ ഓവർ പ്രൊട്ടക്ഷൻ ആണ് ഇവർക്കുള്ള ഒരു, അതായത് സ്ത്രീകളെ തൊട്ടാൽ വിവരം അറിയും എന്നുള്ള ആ ഒരു കോൺടാക്റ്റിൽ നിന്നാണോ സ്ത്രീകൾക്കൊരു ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് കുറച്ചൊരു? അല്ല, ഞാൻ പറയുന്നത് നമ്മുടെ നിയമങ്ങളൊക്കെ മാറേണ്ട സമയമായി കഴിഞ്ഞു. സ്ത്രീകൾക്ക് മാത്രം സ്പെഷ്യൽ നിയമം ഒന്നും ആവശ്യമില്ല, എല്ലാവർക്കും ഒരുപോലെ കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ എന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട് ചിലവരുടെ ഇപ്പോഴത്തെ ജനറേഷനിലെ കാര്യങ്ങൾ കാണുമ്പോൾ. അല്ലേ? സത്യമല്ലേ? പുരുഷ പീഡനം നമുക്ക് കാത്തിരിക്കാം, പ്രതീക്ഷിക്കാം. സ്ത്രീയും പുരുഷനും ഉള്ളിടത്ത് എല്ലാ തരത്തിലുള്ള എല്ലാ വികാരങ്ങളും വിചാരങ്ങളും ഉണ്ടാകും. അത് ഫേസ് ചെയ്യുക, ബുദ്ധിപൂർവ്വം നീങ്ങാന്നല്ലാതെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കരയുന്ന സ്ത്രീകൾ ഇനി ഉണ്ടാവില്ല. 15 വർഷമൊക്കെ കഴിഞ്ഞിട്ട് തീർച്ചയായും അത് 15 വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ നിയമം അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതും കൊണ്ട് ഞാൻ വിജയിച്ചു എന്ന് പറയുന്നതിനോട് യോജിക്കാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ തന്നെ മനസ്സിൻ്റെ ഭാഷയിൽ, ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞങ്ങളുടെ ഓഡിയൻസ് ഉൾപ്പെടെ ചേച്ചിക്ക് ദീർഘായുസായിരുന്നു, പൂർണ്ണ ആരോഗ്യം നേരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഒരു വേറൊരു എനർജി വൈബ് ട്രാൻസ്ഫർ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. തീർച്ചയായും. കാരണം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സ്പഷ്ടമായ ഉത്തരങ്ങളുണ്ട്, ചോദ്യങ്ങൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി അതിനുള്ള ഉത്തരങ്ങൾ പറയുന്നുണ്ട്. എനിക്കൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ ഓഡിയൻസിനോട് എന്താ പറയുന്നത്? അല്ല, ഓഡിയൻസിനോട് ഒന്നുമില്ല. ഇതുവരെ 26 വർഷം കഴിഞ്ഞു. ഇതുവരെ നിങ്ങളെല്ലാവരും എന്നെ തീർച്ചയായിട്ടും ഹൃദയത്തിൽ സൂക്ഷിച്ചത് കൊണ്ട് മാത്രമാണ് ഒരു സെലിബ്രിറ്റി എന്ന ലെവലിൽ ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ പോകണം. അതിന് നിങ്ങളാണ് എനിക്ക് ആവശ്യം. ഞാൻ വിചാരിച്ചാൽ നടക്കില്ല. കുറേ ഫ്രണ്ട് സർക്കിളുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന വേണം. കാരണം പ്രായമായി വരുന്നു, ആരോഗ്യം വേണം, ആയുസ് ദീർഘായുസ് നൽകണം. ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോകണമെന്ന് എനിക്കുണ്ട്, പക്ഷെ പോകാൻ പറ്റില്ല. രാവിലെ 6 മണിക്ക് വണ്ടി വന്ന് നിൽക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ സ്റ്റാറ്റസിൽ ഞാനൊരു ഭഗവാനെ ഇടും. എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കും, ഭഗവാനെ ഇന്ന് നടക്കാൻ നീ എനിക്ക് ആയുസ് തന്നു, ആരോഗ്യം തന്നു, നാളത്തേക്ക് എനിക്കറിയത്തില്ല, അതുകൊണ്ട് തന്നെ എല്ലാം സമർപ്പിച്ച് ഞാനിതാ നീങ്ങുന്നു. അതുപോലെ ഈ കേരളത്തിലുള്ള ഈ മലയാളികളുടെ എല്ലാവരുടെ മുന്നിലും ഞാൻ എന്നെ സമർപ്പിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന മാത്രം എനിക്ക് എന്നും വേണം. ചേച്ചി ഞങ്ങളോട് സ്പെൻഡ് ചെയ്ത ഈ ഒരു ചുരുങ്ങിയ സമയം, വളരെ കുറച്ച് സമയം നമുക്ക് തന്നിട്ടുള്ളൂ. കുറേ ചോദ്യങ്ങൾ ഇനിയും ഉണ്ട് ചോദിക്കാൻ. പക്ഷേ സത്യം പറഞ്ഞാൽ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഒരു വല്ലാത്തൊരു എനർജി ട്രാൻസ്ഫർ എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഷോയിൽ വന്നതിൽ ഒരുപാട് സന്തോഷം. ചേച്ചിക്ക് എല്ലാ ഭാവങ്ങളും, എല്ലാ ദീർഘായുസ്സും ആരോഗ്യവും ഒക്കെ നേരുന്നു. താങ്ക് യു. Thanks a lot to you also for everybody all over India.